ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ് ആൻഡ് വൈ യൂണിവേഴ്സൽ ബിഗസ്റ്റ് മോക്ക് ടെസ്റ്റിൻ്റെ ഒരു കെമിസ്ട്രി ഡിസ്കഷനിലാണുള്ളത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നോടൊപ്പം ഓർഗാനിക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാൻ CR സാർ ഉണ്ട്. ഞാൻ ഫിസിക്കലി ഇൻഓർഗാനിക് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എന്തായാലും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഹാസ് ലീനിയർ ഷേപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലീനിയർ ഷേപ്പ് ഓസോൺ ഉണ്ട്, NO2 മൈനസ് ഉണ്ട്, SO2 ഉണ്ട്, NO2 പ്ലസ് ഉണ്ട്. ഓസോണിൻ്റെ സ്ട്രക്ചർ തന്നെ നമുക്ക് അറിയുന്നുണ്ടാവും, ബെൻഡ് ഷേപ്പാണ് ഉള്ളത് അല്ലേ. അപ്പം ഓസോൺ ലീനിയർ അല്ല. ദെൻ ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ പോകാം. ലീനിയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഏതായിരിക്കണം? SP ആയിരിക്കണം. ദെൻ SP ഹൈബ്രിഡൈസേഷൻ ഇവിടെ NO2 മൈനസിൻ്റെ കേസിൽ നമുക്കറിയാം നൈട്രജൻ ആണ് വാലൻസിലുള്ളത്. അപ്പോൾ ടോട്ടൽ 5 ഇലക്ട്രോൺ ഉണ്ട്. ആൻഡ് മൈനസ് എന്ന് പറയുമ്പോൾ വാലൻസിൽ അപ്പോൾ 6 ഇലക്ട്രോൺ ആയി. ഞാൻ 6 വാലൻസ് ഇലക്ട്രോണിൽ 2 ഓക്സിജൻ വരുന്നുണ്ട്. അപ്പോൾ 2 ഓക്സിജൻ 4 ഇലക്ട്രോണിനെ കൊണ്ടുപോയി. അപ്പോൾ 2 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ വരും. അപ്പോൾ ഒരിക്കൽ ഹൈബ്രിഡൈസേഷൻ SP ആയിരിക്കില്ല, SP2 ആയിരിക്കും. ആൻഡ് SO2ൻ്റെ കേസിൽ 2 ബോണ്ട് പെയർ ഓൾറെഡി ഉണ്ട്. ആൻഡ് സൾഫറിൻ്റെ വാലൻസിൽ 6 ഇലക്ട്രോൺ, അതിൽ 4 ഇലക്ട്രോൺ ഓക്സിജൻ കൊണ്ടുപോയി, ബാക്കി 2 ഇലക്ട്രോൺ വിച്ച് മീൻസ് 1 ലോൺ പെയർ. ആൻഡ് ഇവരുടെ രണ്ടാളുടെ ഹൈബ്രിഡൈസേഷൻ SP2 ആണ്. അപ്പോൾ ബെൻഡ് ഷേപ്പ് വരിക, കാരണം ഒരു ലോൺ പെയർ ഉണ്ട്. ദെൻ NO2 പ്ലസ് നോക്കുമ്പോൾ നൈട്രജൻ്റെ വാലൻസിൽ എന്തായാലും 2 ബോണ്ട് പെയർ അവിടെ ഉണ്ട്, ബിക്കോസ് O2 ആണ്. പ്ലസ് എന്താണ്, ഇനി നൈട്രജൻ്റെ വാലൻസിൽ ടോട്ടൽ 5 ഇലക്ട്രോൺ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് NO2 പ്ലസ്. അപ്പോൾ മൊത്തം 4 ഇലക്ട്രോൺ. 4 ഇലക്ട്രോണിൽ 4 ഓക്സിജൻ കൊണ്ടുപോകും, വിച്ച് മീൻസ് 0 ലോൺ പെയർ ആണ് ഉണ്ടാവുക. അപ്പോൾ 0 ലോൺ പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP ആണ്. ആൻഡ് ദ മോളിക്യൂൾ ബിക്കംസ് ലീനിയർ. അപ്പോൾ ലീനിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NO2 പ്ലസ് ആണ് ലീനിയർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. The electrolysis of aqueous solution of CuBr2 using platinum electrode would lead to the evolution of. Okay, then electrolysis of aqueous CuBr2 ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു സൊല്യൂഷൻ വേണം. ആൻഡ് സൊല്യൂഷനിൽ ആരൊക്കെയാണ് ഉള്ളത്? കോപ്പർ 2+ ഉണ്ട്, അതേപോലെ തന്നെ Br- ഉണ്ട്. ആൻഡ് അക്വസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ അവിടെ H+ഉം അതേപോലെ തന്നെ ആരും ഉണ്ട്, OH- ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോഡ് വെക്കുന്നു, ചാർജ് പ്ലേസ് ചെയ്യുന്നു, ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഇനി നമുക്കറിയാം ഇവിടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോസിറ്റീവ് ചാർജസാണ് പോവുക. അപ്പം ഇതിൽ കോപ്പർ 2+ H+ ആര് പോവും? ഓക്കെ, നമുക്കറിയാം ഇതിൽ നന്നായിട്ട് റിഡക്ഷൻ ടെൻഡൻസി ആർക്കാണ് ഉണ്ടാവുക? കോപ്പറിനാണ് ഉണ്ടാവുക, ഹൈഡ്രജനേക്കാളും. അപ്പോൾ കോപ്പർ 2+ എന്തായിട്ട് ലിബറേറ്റ് ചെയ്യും? കോപ്പറായിട്ട്. കോപ്പർ 2+ ടു കോപ്പർ എന്താണ്? റിഡക്ഷൻ ആണ്. സോ റിഡക്ഷൻ എവിടെ നടക്കുക? റിഡക്ഷൻ നടക്കൽ കാഥോഡിലാണ്. എസ് ആണോ? ഇനി Br- OH- നമുക്കറിയാം നമ്മളുടെ നെഗറ്റീവ് ആനയോൺസിൻ്റെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ നോക്കുമ്പോൾ Br- ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ OH- എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ OH- ദെൻ അതിനേക്കാളും കുറവായിരിക്കും Br-. അതായത് Br-ഉം OH- കമ്പയർ ചെയ്യുമ്പോൾ Br- ഡിസ്ചാർജ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര ഹൈ ആയിരിക്കും. സോ ഇവിടെ -1 0 പോവുക. സോ ബ്രോമിൻ ഗ്യാസ് ആണ് ഇവോൾവ് ചെയ്യുക. ആൻഡ് ഇവിടെ പോസിറ്റീവ് ചാർജിൽ ബ്രോമിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ദെൻ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ആനോഡ് എന്ന് വിളിക്കാം. അപ്പോൾ ബ്രോമിന് ആനോഡിലും ആൻഡ് കോപ്പർ കാഥോഡിലും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് കിടക്കാം. ദ കോർഡിനേഷൻ നമ്പർ ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് X ഇൻ ദ കോമ്പൗണ്ട് XSO4 NH3 5 ടൈംസ്. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ SO4 2- അല്ലെ, ഒരു മോണോഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. ആൻഡ് NH3 അഗെയിൻ മോണോഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. അങ്ങനത്തെ 5 പേരുണ്ട്. അപ്പോൾ ടോട്ടൽ 6 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാവും. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ആണ് എങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എത്രയും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ Xൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു സ്മോൾ x ആണെന്ന് വിചാരിച്ചോ. ആൻഡ് SO4 2- അപ്പോൾ -2. NH3 ന്യൂട്രൽ ലിഗാൻഡ് ആണ്. സോ ടോട്ടൽ അപ്പോൾ 0. X ഈക്വൽ ടു അപ്പോൾ എത്ര വരും? +2 വരും. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 29. Assertion reason question. Assertion: maltose and lactose are example of reducing sugars. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഇസ് ട്രൂ. എല്ലാ ഓൾ മോണോസാക്കറൈഡ്സ് ആൻഡ് ഡൈസാക്കറൈഡ്സ് എക്സെപ്റ്റ് സുക്രോസ് ഡൈസാക്കറൈഡ് ആണെങ്കിലും അത് റെഡ്യൂസിങ് അല്ല. ഓക്കെ, എല്ലാ മോണോസാക്കറൈഡ്സും ഡൈസാക്കറൈഡ്സും നോർമൽ കേസിൽ എന്തായിരിക്കും? റെഡ്യൂസിങ് ഷുഗേഴ്സ് ആയിരിക്കും. ഓക്കെ, സുക്രോസ് അതുപോലെ പോളിസാക്കറൈഡ്സും നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആയിരിക്കും. ആരാണ് റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ? ബെനഡിക്ട് സൊല്യൂഷൻ, ടൊളൻസ് റിയേജൻറ്റ്, ഫെല്ലിംഗ് സൊല്യൂഷൻ, ഇവയെല്ലാം റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഷുഗേഴ്സിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. അപ്പോൾ അസേഷനിൽ റീസണിൽ പറഞ്ഞ കാര്യം നോക്കൂ. മാൾട്ടോസ് ആൻഡ് ലാക്ടോസ് റെഡ്യൂസ് ഫെല്ലിംഗ് സൊല്യൂഷൻ ആൻഡ് ടൊളൻസ് റിയേജൻറ്റ്. അപ്പോൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ഓക്കെയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 30. In a container equilibrium, N2O4 gives 2NO2 is attained at 25 degrees Celsius. The total equilibrium pressure in container is 380 torr. If equilibrium constant of above equilibrium is 0.667 atm, then the degree of dissociation of N2O4 at this temperature will be എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്, അതായത് ആൽഫയെ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രഷറിൻ്റെ ടേംസിൽ 0.667 ATM ആണ്. ആൻഡ് നമുക്കറിയാം ഇവിടെ ടോറും ഇവിടെ ATM ആണെങ്കിൽ രണ്ടാൾക്കാർ ഒരു യൂണിറ്റിലേക്ക് എത്തിക്കണം. ഞാനിവിടെ ATMൻ്റെ അടുത്ത് 0.667 എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് 2/3 ATM ആണ് അല്ലേ. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ പ്രഷർ പി ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 318 ടോർ ആണ്. ആൻഡ് 318 ടോർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം 760 ടോറാണ് 1 ATM. അപ്പോൾ 380 ടോർ എന്ന് പറഞ്ഞാൽ 1/2 ATM ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ പ്രഷറും കിട്ടി. ആൻഡ് ഇനി നമ്മൾ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് N2O4 അല്ലേ. അപ്പോൾ N2O4 എങ്ങനെ മാറുന്നു? NO2 ആയിട്ട് മാറുന്നു, 2 NO2. ആൻഡ് ഇത് ഇനീഷ്യലി 1 മോൾ ആണെന്ന് വിചാരിച്ചോ, ഇത് 0. ഇവിടുന്ന് ഒരു ആൽഫ പോയി, അപ്പോൾ 1 മൈനസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? 2 ആൽഫ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ നോക്കുമ്പോൾ 1 മൈനസ് ആൽഫ പ്ലസ് 2 ആൽഫ ഇറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രഷർ ഉണ്ട്, ഇതിനെ മോൾ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് N2O4 ആണ്. ഇൻ ടോട്ടൽ നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോൾസ് 1 പ്ലസ് ആൽഫയാണ് ഇവിടെ. അപ്പോൾ എന്ത് വരും ഇവിടെ? 1 പ്ലസ് ആൽഫ. ഇനി ഇതിനെ ഞാൻ ടോട്ടൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പാർഷ്യൽ പ്രഷർ കിട്ടി. അപ്പോൾ നമ്മോട് ഇനി ചോദിച്ചിട്ടുള്ളത് പാർഷ്യൽ പ്രഷർ തന്നു, ടോട്ടൽ പ്രഷർ എന്ത് ചെയ്തു? തന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇനി വേണ്ടത് എന്താണ്? KP വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആൽഫ കണ്ടുപിടിക്കുക. അപ്പോൾ KP ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? KP ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് NO2 റേസ് ടു 2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എന്താ വരിക? N2O4 അല്ലേ. ദെൻ അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് NO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു NO2 റേസ് ടു 2 ആണ്, 2 ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു പി ടോട്ടൽ ഓൾ റേസ് ടു 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു പി ടോട്ടൽ വിച്ച് വിൽ ബി ഈക്വൽ ടു 2 ആൽഫ സ്ക്വയർ 2 ആൽഫ ഹോൾ സ്ക്വയർ, അതായത് 4 ആൽഫ സ്ക്വയർ. ദെൻ പി ടോട്ടൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ടോട്ടൽ. അപ്പോൾ നമുക്ക് പി ടോട്ടൽ എന്ന് എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 1 മൈനസ് ആൽഫ ഉണ്ട്. ആൻഡ് 1 പ്ലസ് ആൽഫ ഹോൾ സ്ക്വയർ ആണ് ഇതില്ലേ, 1 പ്ലസ് ആൽഫ ഹോൾ സ്ക്വയർ. അതും ഈ 1 പ്ലസ് ആൽഫയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്ത് വരും? ഒരു 1 പ്ലസ് ആൽഫ വരും. ആൻഡ് KP ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 4 ആൽഫ സ്ക്വയർ ഇൻറ്റു പി ടോട്ടൽ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ അഥവാ A മൈനസ് ബി ഇൻറ്റു A പ്ലസ് ബി. അപ്പം നമുക്കതിനെ A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം, അതായത് 1 മൈനസ് ആൽഫ സ്ക്വയർ എന്ന് എഴുതാം. ഇതിൽ കൂടെ ദെൻ KP ഈക്വൽ ടു ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? 4 ആൽഫ സ്ക്വയർ ഇൻറ്റു പി ടോട്ടൽ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ ആണ്. ഇനി നമ്മൾ നേരെ KPക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏത്? 2/3 ATM. അപ്പോൾ മറ്റേത് 1/2 ATM പി ടോട്ടൽ. അത് രണ്ടും നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ KP ഈക്വൽ ടു 2/3 ഈക്വൽ ടു 4 ഇൻറ്റു ആൽഫ സ്ക്വയർ ഇൻറ്റു പി ടോട്ടൽ ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മൈനസ് ആൽഫ സ്ക്വയർ എന്ന് വരും. ഓക്കെ. ദെൻ ഇതും 2 ആണ്, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 3 ആൽഫ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് ആൽഫ സ്ക്വയർ. ദെൻ ആൽഫ സ്ക്വയറിനെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4 alpha square equal to 1, then alpha square equal to 1/4 and alpha equal to root of 1/4, it's equal to 1/2. So 1/2 is the right answer and B. Okay, then അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31, D and F block element എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഓഫ് ദ ഫോളോയിങ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ വിച്ച് വൺ ഓഫ് ദ നമുക്കറിയാം നമ്മൾ എൻറ്റയർ പീരിയോഡിക് ടേബിൾ തന്നെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +8 ആണ്. അത് കാണിക്കൽ ഓസ്മിയം അതേപോലെ തന്നെ റുത്തീനിയമാണ്. ആൻഡ് ഓസ്മിയത്തിൻ്റെ റുത്തീനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ അത് N-1 D6 NS2 കോൺഫിഗറേഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അതായത് ബാക്കി ഗ്രൂപ്പിംഗ് കൂടെ ബാക്കി പീരീഡും കൂടെ കൺസിഡർ ചെയ്ത് അങ്ങനെ ഒരു പ്രോബിലിറ്റിക്ക് എത്തിയിരുന്നു. പക്ഷെ അതില്ല. ഈ പറയുന്ന കോൺഫിഗറേഷൻ ഇവിടെ എവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നോക്കേ വേണ്ട. പിന്നെ ഉള്ളത് +7 കാണിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ മാംഗനീസ് ഒക്കെ പോലെ. ആൻഡ് മാംഗനീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D5 4s2 ആണ്. അതായത് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ N-1 D
5 ആൻഡ് NS2 കോൺഫിഗറേഷൻ. ദെൻ ഇവരാണ് അടുത്ത ഒരു ചോയ്സ് ഉള്ളത്. 3D സീരീസിലെ കവന്മാരാണ് ഏറ്റവും ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി N-1 D5 NS2 എന്ത് ചെയ്യാം പ്രോബബ്ലി സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. 32 hydrolysis of an alkyl chloride is slow reaction but in presence of sodium iodide the rate of reaction of hydrolysis increases now. Okay, hydrolysis of alkyl halide hydrolysis കുറിച്ച് പറയാണ്. RCl അല്ലെങ്കിൽ RX പ്ലസ് H2O എന്നുള്ള റിയാക്ഷൻ എന്നിട്ട് ROH ഉണ്ടാകണം. ഇത് സ്ലോ റിയാക്ഷൻ ആണ് എന്ന് കാണിച്ചിട്ടുണ്ട് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ സോഡിയം അയോഡൈഡ് കൊടുത്തു നോക്കൂ, സോഡിയം അയോഡൈഡ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, RXിലേക്ക് നമ്മൾ NaI കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ RI എന്ന് പറഞ്ഞ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ഉണ്ടാകും. ഇനി ഇതിലേക്ക് നിങ്ങൾ H2 ആഡ് ചെയ്താൽ ROH ഉണ്ടാകും. അത് ഫാസ്റ്റർ കേസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് കേസ് സ്ലോ ആണ്, അടുത്ത് ഫാസ്റ്റ് ആണ്. ഇത് കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സത്യത്തിൽ. അല്ലെ, ദിസ് ഈസ് റൈറ്റ്. റീസൺ എന്താണെന്നറിയോ, I- ഈസ് എ ഗുഡ് ന്യൂക്ലിയോഫൈൽ ആസ് വെൽ ആസ് ഗുഡ് ലീവിങ് ഗ്രൂപ്പ്. അതും കറക്റ്റാണ്. ഇവിടെ I- ഒരു നല്ല ന്യൂക്ലിയോഫൈലാണ്, എക്സ് ലീവ് ചെയ്യുന്നു. ഇവിടെ ആണെങ്കിലോ OH ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ I- ലീവിങ് ഗ്രൂപ്പാണ്. ഒരേ സമയത്ത് ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് കേസിൽ I എന്നുള്ളത് അവിടുത്തെ I- ഈസ് എ ഗുഡ് ന്യൂക്ലിയോഫൈൽ, I- ഈസ് എ ഗുഡ് ന്യൂക്ലിയോഫൈൽ ആണെന്ന് മാത്രമല്ല ഇറ്റ്സ് എ ഗുഡ് ലീവിങ് ഗ്രൂപ്പ്. ഒരു നല്ല ലീവിങ് ഗ്രൂപ്പ് കൂടിയാണ് I-. ഇവിടെ ലീവ് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, വന്ന് അറ്റാക്ക് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ ആകുന്നു. അപ്പോൾ അത് ഫാസ്റ്റ് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ റേറ്റ് ഫാസ്റ്റ്. ദാറ്റ്സ് ട്രൂ. അപ്പോൾ ദാറ്റ്സ് ട്രൂ എന്ന് മാത്രമല്ല അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ്. അപ്പോൾ ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ്. അപ്പോൾ ബോത്ത് A and R are true and R is the right correct explanation of A. Option A is the right answer. Okay. Yeah. The bond dissociation energy of O2 equal to X calorie per mole. Thermodynamics ഉള്ള ക്വസ്റ്റ്യൻ ആണ്. And heat of atomization of oxygen is. ആദ്യം നമുക്ക് എന്താ ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ നോക്കാം അല്ലേ. ഇറ്റ് ഈസ് ദ എനർജി ചേഞ്ച് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ഇറ്റ് ഈസ് ദ enthalpy change when 1 mole gaseous atom is formed, or it is the energy required to form 1 mole of gaseous atom. അപ്പോൾ ഇവിടെ O2ൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി നമുക്ക് തന്നിക്കണം. O2ൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 2 ഓക്സിജൻ ഗ്യാസ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജി X കലോറി പെർ മോളാണ് ഒരു മോളിന്. പക്ഷെ നമുക്ക് 2 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ടാവണ്ട, 1 മോൾ ഗ്യാഷ്യസ് ഓക്സിജൻ ആറ്റം ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് ഓക്സിജൻ ആറ്റം ആണെങ്കിൽ ഇവിടെ നമ്മൾ എത്ര എടുത്താൽ മതി, ഹാഫ് O2 ഗ്യാസ് എടുത്താൽ മതി പോരെ. അങ്ങനെയാണെങ്കിൽ ഇത് പകുതി മതി. 1 മോളിനെ കൺവേർട്ട് ചെയ്യാൻ X കലോറി വേണമെങ്കിൽ 1/2 മോളിനെ കൺവേർട്ട് ചെയ്യാൻ X/2 കലോറി പെർ മോൾ കലോറി മതി. ഓക്കെ, X/2 കലോറി. ഓക്കെ, സോ ദ ആൻസർ ഈസ് X/2 കിലോ കലോറി. കലോറി അല്ല, കിലോ കലോറി ആണ് കേട്ടോ, സോറി, കിലോ കലോറി പെർ മോൾ. ബിക്കോസ് പെർ മോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പെർ മോൾ ഓക്സിജൻ ആറ്റം ഉണ്ടാവണം. ഓക്കെ, ദെൻ ദ ആൻസർ ഈസ് X/2. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. സോ അടുത്ത ക്വസ്റ്റ്യന് സ്വാഭാവികമായിട്ട് എവിടെ നിന്നാണ്, നമ്മളെ റിഡോക്സ് റിയാക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34 അല്ലേ. വാട്ട് ഈസ് ദ ഇക്വലന്റ് വെയിറ്റ് ഓഫ് C12 H22O11 ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ എന്ന ചോദ്യം. അപ്പോൾ ഇക്വലന്റ് വെയിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇക്വലന്റ് വെയിറ്റ് ഈക്വൽ ടു മോളാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്, എൻ ഫാക്ടർ ആണ് അല്ലേ. അപ്പോൾ എൻ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ള നമ്മളെ പണി. അപ്പോൾ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈസ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് ആണ് ബേസിക്കലി എൻ ഫാക്ടറിലുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആർക്കെങ്കിലും ചേഞ്ച് വരണം. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് C12 H22O11 അഥവാ സുക്രോസ് ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ആർക്കെങ്കിലും ഉണ്ടോ, C12 H22O11. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ഓക്സിജൻ -2 ഹൈഡ്രജൻ +1 അങ്ങനെയാണെങ്കിൽ കാർബൺ എത്ര നിൽക്കണം, സോ +1 × 22, അപ്പോൾ 22, ദെൻ -22, അപ്പോൾ 0, അപ്പോൾ ഇവൻ 0ലാണ്. ദെൻ 0 ഒന്ന് ഇവൻ എവിടേക്കാണ് പോകേണ്ടത്,
ഇവൻ പോകേണ്ടത് ഇവിടെ നോക്കുക, ഓക്സിജനോ ഹൈഡ്രജനോ കാർബണോ എവിടെയെങ്കിലും ചേഞ്ച് ഉണ്ടോ നോക്കാം. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഓക്സിജൻ -2 ഹൈഡ്രജൻ +1 ദർ ഇസ് നോ ചേഞ്ച്. ഞാൻ ഇവിടെ ഓക്സിജൻ -2 ദർ ഇസ് നോ ചേഞ്ച്. ആൻഡ് ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ആർക്കെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ മതിയാവും. ഇത് H2C2O4 ആണ്. ഓക്സിജൻ -2 ഹൈഡ്രജൻ +1 ഒരു മാറ്റവും ഇല്ല. ദെൻ കാർബൺ 2 × 4 അപ്പോൾ 8. ദെൻ ഹൈഡ്രജൻ അപ്പോൾ -2 അപ്പോൾ 6 വരും. ദെൻ 6 ഡിവൈഡഡ് ബൈ 2 ഇവിടെ ഓരോരോ കാർബണും +3ലാണ്. സോ ഇതൊരു ചേഞ്ച് തന്നെയാണ് 0 to +3. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ ഫാക്ടർ ഡയറക്ട്ലി കാണാം. 0 to +3 ചേഞ്ച് എത്രയാടാ? 3 ആണ്. സോ 3 × എത്ര കാർബൺ ഉണ്ട്? ആൻഡ് ഹിയർ 12 കാർബൺസ് ഉണ്ട്. അപ്പോൾ 3 × 12 ഇറ്റ്സ് ഈക്വൽ ടു 36 ആൻഡ് എൻ ഫാക്ടർ ഈക്വൽ ടു മോളാർ വെയിറ്റ് ഈക്വൽ ടു 342 ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു 36. സോ 342 ഡിവൈഡഡ് ബൈ 36 is the right. Okay. Question number 35. What is the major product of the following reaction? റിയാക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇവിടെ ഒരു ആൽഡിഹൈഡ് കൊടുത്തിട്ടുണ്ട്. ആൽഡിഹൈഡ് OH - H2O എന്ന് പറഞ്ഞാൽ ഡയലൂട്ട് ആൽക്കലി. വേണമെങ്കിൽ ഡയലൂട്ട് NaOH or KOH എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു ആൽഡിഹൈഡ് NaOHന്റെ പ്രസൻസിൽ എന്ത് റിയാക്ഷൻ നടത്തും? ആൽഡിഹൈഡിനകത്ത് ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആൾഡോൾ കണ്ടൻസേഷൻ നടത്തും അല്ലേ? ആൾഡോൾ പ്രൊഡക്റ്റ് കിട്ടും. അത് ഹീറ്റ് ചെയ്താൽ ആൾഡോൾ കണ്ടൻസേഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതാണ് CHO. അപ്പോൾ ഇതാണ് ആൽഫ. ഇതിനകത്ത് H ഉണ്ടോ? യെസ്, ഒരു H ഉണ്ടല്ലോ, ഒരു H ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു H ഉള്ളൂ, 2 H ഇല്ല. ഓക്കെ, ഒരു H ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഡബിൾ ബോണ്ട് പോയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നോർമൽ കേസിൽ നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് എന്ത് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു കോമ്പൗണ്ട് നേരെ ആൾഡോൾ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന കേസ് നോക്കാം അല്ലേ? ആൾഡോളിൻ്റെ മെക്കാനിസം നമ്മൾ ജസ്റ്റ് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഈ കോമ്പൗണ്ട് എഴുതുകയാണെങ്കിൽ ഡബിൾ ബോണ്ട് OH എന്നാണ്. യെസ്, ആദ്യം OH- വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഒരു കാർബാനിയം ഉണ്ടാവുകയാണ് ചെയ്യുക. ഇവിടുത്തെ H ആണ് പോവുക. ഇവിടുത്തെ H എന്ത് ചെയ്യും? ഇത് വാങ്ങിയിട്ട് H വാങ്ങുന്നു. ഈ H എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ മൈനസ് ചാർജ് ഉണ്ടാകുന്നു. വി ഗെറ്റ് എ കാർബാനയോൺ. ഓക്കെ, ഡബിൾ ബോണ്ട് O ഇവിടെ നിന്നുണ്ടാക്കും ഒരു കാർബാനയോൺ ഉണ്ടാവും. കാർബാനയോൺ. ഓക്കെ, ഈ കാർബാനയോൺ പിന്നീട് റിയാക്ഷൻ നടത്തുന്നത് ഇത് നടക്കാൻ പോകുന്നത് ശരിക്കും ഇതിൻ്റെ സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ ആണ് അല്ലേ? സെൽഫ് ആൾഡോൾ റിയാക്ഷൻ ആണ് നടക്കുക. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ കോമ്പൗണ്ട് ഇവിടെ ഉണ്ട്, ഡബിൾ ബോണ്ട് O, ഇവിടെ H ഉണ്ട്, ഇവിടെ H ആണ്. യെസ്, ഇനി സംഭവിക്കാൻ അറിയോ? ഇത് വന്നിട്ട് നേരെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് ദിസ് ഓക്സിജൻ ഷിഫ്റ്റഡ് ടു O-. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഭാഗം എഴുതാം. ഞാൻ ആദ്യം ഈ സൈഡാണ് എഴുതുന്നത്. ഇതങ്ങനെ എഴുതാം. ഇവിടെ ഇതുണ്ട്, ഇവിടെ O- എന്നായിട്ടുണ്ട്, റൈറ്റ്? യെസ്, ഇവിടെ H, ഞാൻ Hനെ ഇങ്ങനെ കാണിക്കാം. ഇവിടെ ഇത് O- എന്നായി. ഇവിടെ H ഉണ്ട് കേട്ടോ. ഞാൻ Hനെ കാണിക്കണം നിർബന്ധമില്ലല്ലോ, ഇല്ല. ഓക്കെ, ഇനി അടുത്ത ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു? ഇവരുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഈ കാർബൺ അവിടെ 2 CH3 ഗ്രൂപ്പുകളുണ്ട്. പിന്നീട് ഇങ്ങനെ വന്നു. ഓക്കെ, പിന്നെ ഡബിൾ ബോണ്ട് O, പിന്നെ പുറത്ത് H ഇങ്ങനെ ഉണ്ടാവും. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, ഇതിൽ H2 ഉണ്ടല്ലോ. അപ്പോൾ H2 നിന്നും OH+ എന്ത് ചെയ്യുന്നു? ഇത് വാങ്ങുന്നു. ഇവിടുത്തെ H+നെ എന്ത് ചെയ്യുന്നു? ഈ O- വാങ്ങുന്നു. എന്നിട്ട് OH എന്നാക്കുന്നു. കോമ്പൗണ്ട് എന്തായി മാറും? കോമ്പൗണ്ട് ഇങ്ങനെ ഡബിൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാകും. ഓക്കെ, ഇത് OH എന്നായിട്ട് മാറും. ഇത് ഡബിൾ ബോണ്ട് O, ഇത് H. ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവുമെന്നാണ് അർത്ഥം കേസ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ നോക്കാം. ഓക്കെ, ഈ പ്രൊഡക്റ്റ് ഇവിടെ OH ഉള്ള ഒരേ ഒരു പ്രൊഡക്റ്റ് ഇത് മാത്രമാണ്. ഓക്കെ, ഡബിൾ ബോണ്ട് 2 CH3 ഗ്രൂപ്പ്, പിന്നെ OH, യെസ്, പിന്നെ 2 CH3 വരുന്ന കേസ്. ഓക്കെ, പിന്നെ ഡബിൾ ബോണ്ട് OCH. കറക്റ്റ്. അപ്പോൾ ആൻസർ തന്നെ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ വരിക. ആൾഡോൾ പ്രൊഡക്റ്റ് കേട്ടോ. ആൾഡോൾ പ്രൊഡക്റ്റ്, ആൾഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് അല്ല, ആൾഡോൾ പ്രൊഡക്റ്റ്. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്, നമുക്ക് അടുത്തിലേക്ക് പോകാൻ തോന്നുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ആൾഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് അടുത്ത സംശയം. ആൾഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് കിട്ടുമെന്നുള്ളതാണ്. ഈ ആൾഡോൾ കണ്ടൻസേഷൻ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ വേണം. ഓക്കെ, ഈ പ്രൊഡക്റ്റ് ഇത് ആണ് CO ഗ്രൂപ്പ്. ഇതിൻ്റെ ആൽഫ ബീറ്റ
അൺസാച്ചുറേറ്റഡ് ഇവിടെയാണ് വേണ്ടത്. അവിടെ എന്തായാലും ഉണ്ടാവില്ല, അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാകില്ല. പിന്നെ ആൽഫ ബീറ്റ ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെ ഇപ്പുറത്ത്. പക്ഷേ ഇവിടെ നോക്കാം, രണ്ട് ചാൻസുകൾ. ഈ OH നിന്ന് ഒരു H ഇവിടെ ഉണ്ട്, ആ H പോകുന്ന തരത്തിലല്ല ഉണ്ടാവുക, കാരണം ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ആവില്ല അങ്ങനെയാണെങ്കിൽ. പിന്നെ ഇപ്പുറത്ത് H പോകുന്നതാണ്, ഇവിടെ H ഇല്ല. ഇവിടെ H ഉണ്ടോ? ഇവിടെ H ഇല്ല. അപ്പോൾ ആ പ്രൊഡക്റ്റിനും ചാൻസ് ഇല്ല. അപ്പോൾ ആൻസർ എന്തെങ്കിലും ഓപ്ഷൻ ബി, ആൾഡോൾ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ. ഓക്കെ, ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ ഉണ്ടാവില്ല, ആൾഡോൾ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 36. ഓക്കെ, നമ്മുടെ കെമിസ്ട്രി ലബോറട്ടറി ടെക്നിക്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ 2+ ആൻഡ് Ag+ ആർ ബോത്ത് പ്രസൻറ്റ് ഇൻ ദ സെയിം സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ ആരൊക്കെ ഉണ്ട്? കോപ്പർ 2+ ഉണ്ട്, അതേപോലെ തന്നെ Ag+ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം Ag+ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 1 സോൾട്ടും കോപ്പർ 2+ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 2 സോൾട്ടും ആണ് അല്ലേ. ടു precipitate one of the ions and leave the other in the solution is solution add H2S, HCl, HNO3, H4NO3. അതായത് നമുക്ക് ഒരാളെ precipitate ചെയ്യണം, ഒരാളെ അയോൺ ആയിട്ട് അവശേഷിക്കണം. ഓക്കെ, ദെൻ നമുക്കറിയാം ഇവിടെ ഗ്രൂപ്പ് 1ൻ്റെ ടെസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് Ag+ക്ക് നമ്മൾ HCl ആണ് ആഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ബിക്കംസ് AgCl ആൻഡ് AgCl എന്ത് ചെയ്യും? precipitate ചെയ്യും. ഇനി ഇവിടേക്കാണ് നിങ്ങൾ HCl Cu2+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് CuCl2 ആൻഡ് ഇത് ഡിസോൾവ് ചെയ്യുന്ന ആളാണ്. CuCl2 ആക്ച്വലി എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. അതുകൊണ്ട് CuCl2 Cu2+ ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക? അവശേഷിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ അയോൺ ആയിട്ട് നിൽക്കും, ഇവൻ precipitate ആയിട്ട് നിൽക്കും. സോ HCl ആഡ് ചെയ്യണതാണ് നല്ലത്. ഇനി H2S നമുക്കറിയാം ഗ്രൂപ്പ് 2, അതായത് കോപ്പർ 2+ ഒക്കെ ഗ്രൂപ്പ് 2ലാണ് വരിക. അവരെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ HCl + H2S ആണ് ആഡ് ചെയ്യുക. അതായത് HCl വിത്ത് ഡൈലൂട്ട് HCl. അന്നേരം ഇവന്മാരെന്ത് ചെയ്യും? precipitate ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം മറ്റേത് പറ്റൂല, H2S മാത്രം ആഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ബി ഇസ് ദ റൈറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നടക്കാം. Question number 37. The following steps are given for the mechanism of esterification of carboxylic acid. Esterification of carboxylic acid ആണ് നമ്മൾ നോക്കേണ്ട കാര്യം. ഓക്കെ, 3 കാര്യം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ദ പ്രോട്ടോണേറ്റഡ് എസ്റ്റർ ലൂസസ് എ പ്രോട്ടോൺ ടു ഗിവ് എസ്റ്റർ. പ്രോട്ടോണേഷൻ ഓഫ് ദ കാർബണൽ ഓക്സിജൻ ആക്ടിവേറ്റ്സ് ദ കാർബണൽ ഗ്രൂപ്പ് ടുവാർഡ്സ് ദ ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഓഫ് ദ ആൽക്കഹോൾ. പ്രോട്ടോൺ ട്രാൻസ്ഫർ ദ ടെട്രാഹെഡ്രൽ ഇന്റർമീഡിയറ്റ് ഒക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ എസ്റ്ററിഫിക്കേഷൻ്റെ റിയാക്ഷൻ മെക്കാനിസം അറിയണം. എസ്റ്ററിഫിക്കേഷൻ സംഭവിക്കണം എന്താണെന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കാർബോക്സിലിക് ആസിഡ് RCOOH, ഇത് ആദ്യം എന്ത് ചെയ്യുന്നു? ഇത് H+ വന്ന് ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? H+ എന്ത് ചെയ്യുന്നു? അബ്സ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? എന്നിട്ട് RCOH ഇവിടെ പ്ലസ് ആകും, ഇവിടെ എന്തുണ്ടാകും? OH എന്നാകും. ഓക്കെ, പിന്നെ ഈ ബോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുകയും നമ്മളെ കോമ്പൗണ്ട് RCOH ഇവിടെ പ്ലസും ഇവിടെ OH ആയിട്ട് മാറും. ഇതാണ് ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അല്ലേ, ഈ സ്റ്റെപ്പ് ഇതാണ്. നോക്കൂ, പ്രോട്ടോണേഷൻ ഓഫ് ദ കാർബണിൽ ഓക്സിജൻ, ദിസ് ഓക്സിജൻ ആക്ടിവേറ്റ്സ് ദ കാർബണിൽ ഗ്രൂപ്പ് ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ. അല്ലേ, ഇതെന്ത് ചെയ്യും? ഇനി ന്യൂക്ലിയോഫിലിക് അഡിഷൻ നടക്കാൻ സൗകര്യപ്രദമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ആൽക്കഹോൾ വരുന്നു. അല്ലേ, R-OH എന്ന് പറയാം. ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? വന്നിട്ട് എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അത് നമുക്ക് എന്താ കിട്ടുക? RCOH, ഇവിടെ OH ഉണ്ട്, ഇവിടെ നമുക്ക് OR- ഉണ്ട്, ഇവിടെ H ഉണ്ടല്ലോ. യെസ്, ഇവിടെ H ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഈ ഓക്സിജൻ എന്തുണ്ടാവും? ഈ ഓക്സിജൻ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അല്ലേ, അതിൻ്റെ കാരണം എന്താ? ഇവിടെ ലോൺ പെയർ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ ബോണ്ട് ഈ OHൻ്റെ H ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഇതിനെ വാങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളെ കോമ്പൗണ്ട് ഇതാ ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, RCOH, ഇവിടെ OH2 ഇവിടെ പ്ലസ് ആയിട്ടുണ്ടാവും, ഇവിടെ OR- ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ H2 ആയിട്ട് പുറത്തേക്ക് പോകുന്നു. അല്ലേ, H2 പോകുന്നു. അപ്പോൾ RCOH എന്നുണ്ടാകും, ഇവിടെ OR- എന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ പിന്നെ നമ്മൾ നടക്കണം എന്താ അറിയോ?
ഇതിനകത്ത് H2 ഇവിടുന്ന് ഓക്സിജൻ്റെ എന്ത് ചെയ്യാം, ഓക്സിജൻ ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നു, ഡബിൾ ബോണ്ട്, പിന്നെ ഇവിടെ പ്ലസ് ഉണ്ടാകും. അടുത്ത സ്റ്റെപ്പിൽ ഇവിടുന്ന് H+ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഈ എസ്റ്റർ H+ പോയിട്ട് ശരിക്കുള്ള എസ്റ്റർ ആയിട്ട് തന്നെ മാറുന്നു. അപ്പോൾ O ഡബിൾ ബോണ്ട് O എന്നാകും, OR ഡാഷ് എന്നാകും. ഇതാണ് കേസ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ശരിക്കും സംഭവിക്കണമെന്ന് വെച്ചാൽ അടുത്ത കേസിൽ ഇതിനകത്ത് ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടല്ലോ അല്ലേ, ഇതാണ് പ്രോട്ടോൺ ട്രാൻസ്ഫർ. അപ്പോൾ ഈ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസ് ഇതാണ്, പ്രോട്ടോൺ ട്രാൻസ്ഫർ ആണ്. തേർഡ് കേസ് ആണെങ്കിലോ, തേർഡ് കേസ് പ്രോട്ടോണേഷൻ ഓഫ് ദ പ്രോട്ടോണേറ്റഡ് എസ്റ്റർ, ഇത് പ്രോട്ടോണേറ്റഡ് എസ്റ്റർ ആണ് ആക്ച്വലി ഇത് അല്ലേ, ലൂസസ് എ പ്രോട്ടോൺ ടു ഗിവൺ എസ്റ്റർ. എന്ത് ചെയ്യുന്നു, H+ ഒരു പ്രോട്ടോണിൻ്റെ എസ്റ്ററിന് ഒരു H+ പോകുന്നതാണ് അടുത്ത കേസ്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ദിസ് ഈസ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം 2, പിന്നെ 3 അല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതാണ് 2 ആണ്. 2 ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്, 2. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഏതാണ്, പിന്നെ ഇവിടെ കാണിച്ച 3 തേർഡ് സ്റ്റെപ്പാണ്. പിന്നെ ഇതായിരിക്കും 1. അപ്പോൾ 2, 3, 1 ആണ് ഇവിടുത്തെ ഓർഡർ വരിക. 2, 3, 1. ഓക്കെ, 2, 3, 1 എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. യെസ്, റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 38. Which of the following is a false statement? Carrier's tube is used in the estimation of sulfur in an organic compound. സൾഫറിൻ്റെ എസ്റ്റിമേഷൻ ഓഫ് സൾഫറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാരിയസ് ട്യൂബിനകത്ത് ഹീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ റിയാക്ഷൻ നടത്തുക സൾഫർ. ഓക്കെ, അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, കാരിയസ് മെത്തേഡ് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് എസ്റ്റിമേഷൻ ഓഫ് സൾഫറിന് ഉപയോഗിക്കാം, നിങ്ങൾക്കറിയാം. എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ ഉപയോഗിക്കാം. എസ്റ്റിമേഷൻ ഓഫ് ഹാലജനും കാരിയസ് ട്യൂബിലാണ് രണ്ടും റിയാക്ട് ചെയ്യുക. AgNO3 മാറ്റുന്നു, മറ്റേ ബേരിയം സൾഫേറ്റ് മാറ്റുന്നു. കാരിയസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ഇൻ ഓർഗാനിക്. നൈട്രജൻ്റെ കേസിൽ പറ്റില്ല, അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നൈട്രജൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എസ്റ്റിമേഷൻ ടെക്നിക്ക് ഒന്ന് ഡ്യൂമാസ് മെത്തേഡും മറ്റേ ജെൽഡാസ് മെത്തേഡുമാണ്. ഓക്കെ, അത് തെറ്റാണ്. അടുത്തത് ഫോസ്ഫോറിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ഓൺ ഓക്സിഡേഷൻ ഓഫ് ഫോസ്ഫറസ് പ്രസൻറ്റ് ഇൻ an organic compound is precipitated as Mg2P2O7 by addition magnesium mixture. അത് കറക്റ്റ് അല്ലേ? മെഗ്നീഷ്യം പൈറോഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു പഠിച്ചിട്ടുണ്ടല്ലോ, അത് കറക്റ്റാണ്. Mg2P2O7 അങ്ങനെയാണ് നടത്തുക, കറക്റ്റാണ്. ജെൽഡാൽ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ഇൻ an organic compound. ദാറ്റ്സ് ഓൾസോ ട്രൂ. അപ്പോൾ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആരാണ്? ഓപ്ഷൻ ബി. Question number 39. Action of nitrous acid on ethyl amine. What is ethyl amine? CH3, CH2, NH2. ഓക്കെ, HNO2മായി റിയാക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആദ്യം ഉണ്ടാവും CH3, CH2, N2Cl എന്നാകും അല്ലേ. ഒരു അലിഫാറ്റിക് ഡൈസോണിയം സോൾട്ട് ഉണ്ടാവും. ഓക്കെ, അലിഫാറ്റിക് ഡൈസോണിയം സോൾട്ട് ഒട്ടും സ്റ്റേബിൾ അല്ല. N2+ Cl- ആണ്. ഉടനെ എന്ത് ചെയ്യും, CH3, CH2+ എന്ന് പറഞ്ഞിട്ട് അത് കാർബോകാറ്റൈനായിട്ട് മാറും അല്ലേ. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ H2 ഉണ്ട്, അത് വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് CH3, CH2, OH എന്നിട്ട് മാറും അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റാണ് ഇത്. ശരിക്കും ഒരു പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീനിൻ്റെ ഡിസ്റ്റിങ്ഷൻ മെത്തേഡാണ് അല്ലേ. അപ്പോൾ പ്രൈമറി അമീൻ ആകുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ആൽക്കഹോൾ കിട്ടും. സെക്കൻഡറി അമീൻ ആകുമ്പോൾ യെല്ലോ ഓയിലി ആയിട്ടുള്ളൊരു ലിക്വിഡ് കിട്ടും. ടെർഷ്യറി അമീൻ ആകുമ്പോൾ ഒരു അനിലിൻ സോൾട്ട് കിട്ടും. ഓക്കെ, എനിവേ ആൻസർ ഇവിടെ എന്താണ്, പിന്നെ ഈഥൈൽ ആൽക്കഹോൾ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 39. Question number 40. Consider the nitration of benzene using mixture constant H2SO4, HNO3. A large amount of KHSO4 is added to the mixture. The rate of nitration will be. അപ്പോൾ നമ്മൾ ഈ ബെൻസീനിലേക്ക് നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി, നമ്മൾ നൈട്രേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4ഉമാണ്. ശരിയാണോ?
യെസ്. എന്താ നമുക്ക് കിട്ടുക? നമുക്ക് കിട്ടുന്നത് നൈട്രോ ബെൻസീൻ കിട്ടുന്നു. ശരി. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് നൈട്രേഷൻ ഓഫ് ബെൻസീൻ. ഈ നൈട്രേഷൻ ഓഫ് ബെൻസീനിൽ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് KHSO4, ഓക്കെ, പൊട്ടാസ്യം ഹൈഡ്രജൻ സൾഫേറ്റ്, ഓക്കെ, ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റേറ്റ് ഓഫ് നൈട്രേഷൻ എന്ത് സംഭവിക്കുന്നത്? കൂടുകയാണോ കുറയുമെന്നാണ്. ഓക്കെ, അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് HNO3 H2SO4 തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇത് ESR മെക്കാനിസം ആണ്. ESR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ESR മെക്കാനിസത്തിൽ സംഭവിക്കുന്ന ഒരു ഇലക്ട്രോഫൈൽ വേണമല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ NO2 പ്ലസ് HSO4 മൈനസ് ബൈസൾഫേറ്റ് പ്ലസ് H2O. ഇതാണ് ശരിക്കും ഇവർ 3 പേരും തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതായത് നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെയൊക്കെ അല്ലെ 3 കാര്യങ്ങൾ കിട്ടും, H2O അടക്കം കിട്ടും. ഇനി എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മൾ ഈ KHSO4 ഉപയോഗിക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ KHSO4 ഉപയോഗിച്ചാൽ എന്താ മാറുക? K പ്ലസും കിട്ടും, HSO4 മൈനസും കിട്ടും. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം HSO4 മൈനസ് ബൈസൾഫേറ്റ് അയോൺ എന്ത് ചെയ്യും? കൂടുതലാകും. അപ്പോൾ ഒരു കോമൺ അയൺ എഫക്റ്റ് നിങ്ങൾക്ക് അറിയാം. കോമൺ അയൺ എഫക്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? റിയാക്ഷൻ പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും? കുറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം HSO4 ഇവിടെ കൂടുതലാണ്, എക്സസ് ആണ്. ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കൂടുതൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ NO2 അതിൻ്റെ ഇൻഎഫക്റ്റ് എന്താ വെച്ചാൽ NO2ൻ്റെ പ്രൊഡക്ഷൻ കുറയും. NO2 പ്രൊഡക്ഷൻ കുറഞ്ഞ സംഭവിക്കുക എന്താണ്? നൈട്രേഷൻ്റെ റേറ്റ് കുറയും. അപ്പോൾ സ്ലോവർ എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. റിയാക്ഷൻ റേറ്റ് കുറയുന്നു. ഓക്കെ. For first order kinetics, the time taken to chemical kinetics എന്നുള്ള question ആണ്. Question 1. For the first order reaction, the time taken to reduce the initial concentration to a factor of 1/4 is 10 minutes. If the reduction in concentration is carried out a factor of 1/16, then the time required will be എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിന് ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ A0 ആണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് വിചാരിച്ചു. അത് A0/4 അഥവാ 1/4 ആവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ്സ് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/16 ആവാൻ എത്ര എടുക്കും? ഓക്കെ, സിമ്പിൾ, അതിൻ്റെ ഇരട്ടി എടുക്കും. 20 മിനിറ്റ്സ് ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം, ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് അല്ലേ? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 0.693 ഡിവൈഡഡ് ബൈ K. സോ അതായത് ഇത് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരു A ആണ്. അത് പകുതി ആവാൻ ഒരു A0/2 ആവാൻ A0/2 ആവാൻ എത്ര സമയം എടുക്കും? ദെൻ ആ സമയം ഉണ്ടല്ലോ, ആ എടുക്കുന്ന സമയമാണ് അതിൻ്റെ എന്ത് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A0/2. ദെൻ ഇത് A0/2 ഡിവൈഡഡ് ബൈ 2 A0/4 ആവാൻ അടുത്ത ഹാഫ് ലൈഫ് എടുക്കും. ആൻഡ് ഈ ഹാഫ് ലൈഫ് ഇത് രണ്ടും സെയിം ആയിരിക്കും. അതായത് ഇതൊരു T ഹാഫ് ആയിരിക്കും, ഇത് അടുത്ത എന്തായിരിക്കും? T ഹാഫ് ആയിരിക്കും. ആൻഡ് അത് രണ്ടും സെയിം ആയിരിക്കും. ആൻഡ് അത് രണ്ടും സെയിം ആണെങ്കിൽ അത് മൊത്തത്തിലുള്ള സമയമാണ് 10 മിനിറ്റ്. അപ്പോൾ ഇത് 5 മിനിറ്റ് ഉണ്ടാവും, ഇത് എത്ര ഉണ്ടാവും? 5 മിനിറ്റ് ഉണ്ടാവും. ദെൻ A0/4 അഗെയിൻ A0/8 ആവാൻ വീണ്ടും 5 മിനിറ്റ് എടുക്കും. A0/8 A0/16 ആകാൻ അഗെയിൻ 5 മിനിറ്റ് എടുക്കും. ആൻഡ് 5, 10, 15, 20 ടോട്ടൽ എടുക്കുന്ന സമയത്തിനാണ് 20 മിനിറ്റ്. ഇതിങ്ങനെ അല്ല, ഇങ്ങനെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാം. T half equal to 2.303 divided by K into log A0/A. ഓക്കെ, ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമുക്ക് K is a കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ K ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ K ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ Kനെ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു, K. ദെൻ ഇത് 1/4 ആവണമെങ്കിലും 1/16 ആണെങ്കിലും K സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2.303 ഡിവൈഡഡ് ബൈ 1/4 ആവാനുള്ള എടുത്ത സമയം 10 ആണ്. log A0, then A0 becomes A0/4, then which will be equal to 2.303 divided by time T, then log A0 ഇത് divided by എത്രയാടാ? A0/16 ആയി. ഓക്കെ, then 2.303 പോയി. T divided by 10 equal to log ഇത് A0 പോയി. log 16 എനിക്ക് log 4 സ്ക്വയർ എന്ന് എഴുതാം. അത് 2 log 4 ആണ് divided by log 4. So log 4 പോയി, and which implies T equal to 2 into 10. Okay, B is the right answer. Question number 42. Reaction of alcohol does not show cleavage of RO linkage in which of the following cases? ആൽക്കഹോളിൻ്റെ റിയാക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്
ROH അല്ലേ, ഇതിൽ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്, അതുപോലെ CO ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ROH PCl5 എന്തുണ്ടാവുക, RCl എന്നുണ്ടാവും. എന്താ പോയത്, OH കംപ്ലീറ്റ്ലി പോയി, ഈ ബോണ്ട് ബ്രേക്കായി. ഓക്കെ, അടുത്ത റിയാക്ഷൻ നോക്കൂ, ROH തയോണൈൽ ക്ലോറൈഡ് എന്തുണ്ടാവുക, RCl എന്നുണ്ടാവും. അപ്പോഴെന്ത് ചെയ്തു, OH ബോണ്ട് ബ്രേക്കായി, CL വന്നു. രണ്ടും എന്താണ്, ഈ ബോണ്ട് ബ്രേക്ക് ആവുന്ന റിയാക്ഷനാണ്. ഡസ് നോട്ട് ഷോ എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ, അതല്ലാത്തതാണ്. ROH HCl ആ റിയാക്ഷൻ നടക്കാൻ കുറച്ച് പ്രയാസമാണ്, എങ്കിലും റിയാക്ഷൻ നടന്നാൽ അല്ലേ, അത് ടെർഷ്യറിയാണ് നടക്കുള്ളൂ, ടെർഷ്യറിക്ക് മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. സെക്കൻഡറിയും പ്രൈമറിയും നടക്കണമെങ്കിൽ സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസ് വേണം. ലൂക്കാസ് ടെസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, RCl ആയിട്ട് ഉണ്ടാകും എന്തായാലും. അപ്പോഴും പോകുന്ന എന്താണ്, OH ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ആവുന്നത്, ഈ ബോണ്ട് ബ്രേക്ക് ആവുന്നു. പക്ഷേ ROH + Na ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് RONA എന്നാണ് അല്ലേ. ഏത് ബോണ്ട് ബ്രേക്ക് ആവുക, OH ഈ ബോണ്ട് ബ്രേക്കായി അല്ലേ. അത് ആസിഡിക് ആക്ഷനെ കാണിക്കുന്നു. അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ എന്നുള്ളത് നിങ്ങൾ ആ റിയാക്ഷൻ നിങ്ങൾ ജസ്റ്റ് NCERT നോക്കിയാൽ മനസ്സിലാവും. ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന റിയാക്ഷൻസ് ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് OH ബോണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അവിടുത്തെ റിയാക്ഷനാണ് ഒന്ന് അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ എന്നുള്ളത്. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനും ഇത് തന്നെയാണ്. ഇവിടുന്ന് OH H ആണ് പുറത്ത് പോകുന്നത്. ഓക്കെ, ഈ ബോണ്ട് ബ്രേക്ക് ആവുന്ന റിയാക്ഷനാണ്. അപ്പോൾ ആൻസർ ഇതിൽ വരാത്തത് ഇത് മാത്രമാണ്. അപ്പോൾ D ആണ് നമ്മൾ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 43. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ മോളിക്കുലർ മാസ് ഓഫ് പോളിമർ സൊല്യൂഷൻ? സ്റ്റഡി കിട്ടും. നമുക്ക് എല്ലാവരും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ആണ് മോളാർ മാസ് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷേ പോളിമറിൻ്റെ കേസിൽ എന്താണ്, പോളിമറിൻ്റെ കേസിൽ ഇവരുടെ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ആകുമ്പോൾ ഇവരുടെ മോളാർ മാസ് ജനറലി ഭയങ്കര ഹൈ ആയിരിക്കും. മോളാർ മാസ് ഈസ് യൂഷ്വലി വെരി ഹൈ. അപ്പോൾ മോളാർ മാസ് ഹൈ ആകുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10 ഗ്രാം പോളിമർ എടുത്താലോ അല്ലെങ്കിൽ ഒരു 20 ഗ്രാം പോളിമർ എടുത്താലോ അതിൻ്റെ കോൺസെൻട്രേഷൻ ഈസ് വെരി 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 ലോ. ഓക്കെ, ദെൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മൊളാലിറ്റി ഒക്കെ ഭയങ്കര കുറവായിരിക്കും പ്രോബബ്ലി. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എടുത്ത് നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെൽറ്റ TB എന്നായിരിക്കും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അത് നമ്മളെങ്ങനെ ചെയ്യുക, KB ഇൻറ്റു മൊളാലിറ്റി, അതായത് ഡെൽറ്റ TB = KB ഇൻറ്റു WB/MB × 1000 / WA. അപ്പോൾ ഈ പറഞ്ഞ ആൾ, നമ്മൾ ഈ MB എന്ന് പറഞ്ഞ ആൾ സ്വാഭാവികമായിട്ടും വലിയൊരു വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ളതൊരു വലിയൊരു വാല്യൂ ആണ്. ആൻഡ് ഈ ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ സാധനത്തിൽ എറർ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഡെൽറ്റ TB നമ്മൾ വാല്യൂ എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം ഇത് നമ്മളുടെ ഈ പറയുന്ന ഡിനോമിനേറ്റർ പാർട്ടിക്ക് പോകുമ്പോൾ MBൻ്റെ വാല്യൂവിൽ എറർ വരാനുള്ള, അതായത് പെർസെൻറ്റേജ് ഓഫ് എറർ എന്തായിരിക്കും കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് ബോയിലിംഗ് പോയിന്റിനോ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിനോ ഒക്കെ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിനോ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിനോ, ഈവൻ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വാപ്പർ പ്രഷറിനൊക്കെ പ്രശ്നമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഇൻവോൾവ് ദാറ്റ് ഡെൽറ്റ തിങ്. ദെൻ ഡെൽറ്റ തിങ് ഭയങ്കര ചെറുതാണ്, അതുകൊണ്ട് തന്നെ എറർ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ബട്ട് what is the difference in osmotic pressure? Osmotic pressure നമ്മൾ നോക്കുമ്പോൾ പൈ = CRT എന്ന് പറയുക അല്ലേ. പൈ = C/RT. ആൻഡ് പൈൻ്റെ വാല്യൂ സ്വാഭാവികമായിട്ട് ഒരു ലാർജ് വാല്യൂ ആയിരിക്കും. അതായത് ഇവിടെ എറർ വരാനുള്ള ചാൻസ് എന്താണ്, പ്രോബിലിറ്റി കുറവാണ്. എറർ വരാനുള്ള പ്രോബിലിറ്റി കുറവാണെങ്കിൽ മോളാർ മാസ് ഫൈൻഡിങ്ങിൽ കുറേയും കൂടി നമുക്ക് എറർ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്, പ്രഷർ കാൽക്കുലേഷൻ ഇസ് ദ ബെറ്റർ വേ. ഓക്കെ, ദെൻ ഓപ്ഷൻ D ഇസ് ദ റൈറ്റ്. അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 44 ആണ്. റിഡക്റ്റീവ് ഓസോണോളിസിസ് ഓഫ് 2-methyl-butene. ഓക്കെ, അപ്പോൾ 2-methyl-butene നമ്മൾ എഴുതി നോക്കണം. ഓക്കെ, butene ആണ്. അപ്പോൾ C. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ 2-methyl, ഇവിടെ CH3 ഉണ്ടാകും, അവിടെ CH3 ഉണ്ടാകും, ഇവിടെ CH2 ഉണ്ടാകും, ഇവിടെ CH3 ഉണ്ടാകും. ഇതല്ലേ 2-methyl-butene? യെസ്. ഇതിലെന്ത് ചെയ്യുന്നു, റിഡക്റ്റീവ് ഓസോണോളിസിസ് എന്ന് പറഞ്ഞാൽ O3 അല്ലേ, സിങ്ക് H2 ആണ് റിഡക്റ്റീവ് ഓസോണോളിസിസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാം. ഏത് ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക, ഈ ബോണ്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് ഒരു ഓക്സിജൻ ഇപ്പുറത്തും ഒരു ഓക്സിജൻ അപ്പുറത്തും കൊടുക്കണം. നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ, CH3 എന്നാകും ഈ ഭാഗം, പിന്നെ ഡബിൾ ബോണ്ട് ഒന്നാകും, പ്ലസ് ഇവിടെ CH3, ഇവിടെ ഇവിടെ H2 ഉണ്ടാവണ്ടല്ലോ അല്ലേ, ഇവിടെ CH മതി, ഇവിടെ CH ഉണ്ടാകും, CH ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് കൊടുക്കാം. ശരിയല്ലേ? ഇതൊരു കീറ്റോൺ ആണ്,
പ്രൊപ്പനോൺ. ഇതെന്താണ്? ഇതൊരു ആൾഡിഹൈഡാണ്, എഥനാൽ. സോ ആൻസർ എന്താണ് കിട്ടുന്നത്? ബോത്ത് ആൾഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 45 നമ്മുടെ ഇക്വിലിബ്രിയാനിക് ഇക്വിലിബ്രിയം എന്നുള്ള ക്വസ്റ്റൻ ആണ്. ദ സോളിബിലിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് MX2 ആൻഡ് MX3 ഈസ് 1 × 10⁻³ മോൾ പെർ ലിറ്റർ. ആൻഡ് ദയർ റെസ്പെക്റ്റീവ് സോളിബിലിറ്റി പ്രൊഡക്ട്സ് ആർ. ഓക്കെ, നമുക്ക് സോളിബിലിറ്റി തന്നിട്ടുണ്ട്, സോളിബിലിറ്റി പ്രൊഡക്റ്റ് ചോദിച്ചിരിക്കണം അല്ലേ. അപ്പോൾ MX-ൻ്റെ കേസിൽ നമുക്കറിയാം MX എന്ന് പറഞ്ഞാൽ എങ്ങനെ അനലൈസ് ചെയ്യാം? M പ്ലസും അതേപോലെ തന്നെ X മൈനസും. അപ്പോൾ ഇത് എസ്, ഇത് എസ് ആൻഡ് KSP = S² വരിക. ആൻഡ് എസിൻ്റെ വാല്യൂ 10⁻³ ആണ്. അപ്പോൾ 10⁻³ ഹോൾ സ്ക്വയർ ഇറ്റ്സ് ഈക്വൽ ടു 10⁻⁻6. അപ്പോൾ ഒറ്റയടിക്ക് ബിയും സിയും അല്ല, ദെൻ ബാക്കി രണ്ടും കൂടെ ഉറപ്പിച്ചാൽ നൺ ഓഫ് ദീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തതും കൂടെ നോക്കാം. അടുത്തത് MX2 ആണ്. MX2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് M2 പ്ലസ് ആൻഡ് 2x മൈനസ്, ദെൻ ഇത് എസ്, ഇത് 2s. KSP = S × 2s ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര വരിക? 4s³ വരും. ദെൻ 4 × s³ എന്ന് പറഞ്ഞാൽ 10⁻³ × 3 ഇറ്റ്സ് ഈക്വൽ ടു 4 × 10⁻⁹. സോ 4 × 10⁻⁹. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം. ആൻഡ് അടുത്തും കൂടെ കൺഫേം ചെയ്യണം, കാരണം അതെങ്ങനെ തെറ്റിയാൽ നൺ ഓഫ് ദീസ് ആൻസർ പോവുക. അപ്പോൾ MX3 നമുക്ക് നോക്കാം. അടുത്തത് MX3 എന്ന് പറഞ്ഞാൽ M3 പ്ലസ് പ്ലസ് 3x മൈനസ്, അപ്പോൾ ഇത് എസ്, ഇത് 3s. ദെൻ KSP = S × 3s ഹോൾ ക്യൂബ് which will be equal to S × 27s³. So 27s⁴ it's equal to 27 × എസിൻ്റെ വാല്യൂ എത്ര? 10⁻³ അല്ലേ? 10⁻³ × 12 × 4. അപ്പോൾ 27 × 10⁻⁻12 വരും. ഓപ്ഷൻ എ ഇസ് ദ ഓക്കെ അല്ലേ? അതിനെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൺ ഓഫ് ദീസ് അല്ല, ഓപ്ഷൻ എ. NaCl plus solid K2Cr2O7 plus concentrated H2SO4 gives X, reddish brown fume ആണ്. How many axial d orbital are involved in hybridization of X? അതായത് പ്രൊഡക്റ്റ് ഈ റെഡിഷ് ബ്രൗൺ ഫ്യൂംസ് ആണ് പ്രൊഡക്റ്റ്. അതിൽ എത്ര ഡി ഓർബിറ്റൽ ഇൻവോൾവ് ചെയ്യേണ്ട ഹൈബ്രിഡൈസേഷൻ എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റിയാക്ഷൻ അറിയണം. ഈ റിയാക്ഷൻ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് ക്ലോറൈഡിൻ്റെ ടെസ്റ്റാണ്. ഡൈക്രോമേറ്റും ഈ അസിഡിക് മീഡിയത്തിൽ ക്ലോറൈഡിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം Cl മൈനസ് പ്ലസ് Cr2O7 2- in presence of acid we got CrO2 Cl2 അഥവാ ക്രോമൈൽ ക്ലോറൈഡ്. അവൻ്റെ കളറാണ് റെഡിഷ് ബ്രൗൺ ഫ്യൂംസ്. അപ്പോൾ CrO2 Cl2 നമ്മൾ നോക്കുമ്പോൾ ഇനി ഇവിടെ ഏതാ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം, 2 ഓക്സിജൻ. അപ്പോൾ -2 × 2 -4, 2 ക്ലോറിൻ എന്ന് പറയുമ്പോൾ -6 ഇവിടെ ക്രോമിയം +6 അപ്പോൾ ക്രോമിയം +6 നമുക്കറിയാം അവിടെ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d0 4s0 ആണ്. അപ്പോൾ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നോക്കുമ്പോൾ ഡി ഓർബിറ്റൽ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല, എസ് ഓർബിറ്റൽ തന്നെയാണ് ഇൻവോൾവ് ചെയ്യുക. ദെൻ 2 ബോണ്ട് പെയർ ഓക്സിജൻ്റെ, 2 ബോണ്ട് പെയർ ക്ലോറിൻ്റെ, അപ്പം 4 ബോണ്ട് പെയർ. പിന്നെ ക്രോമിയത്തിൽ പ്രത്യേകിച്ച് വാലൻസിൽ ഇലക്ട്രോൺ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 4 ബോണ്ട് പെയർ തന്നെ ഉള്ളൂ, 0 ലോൺ പെയർ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ ഇവിടെ ഡി ഓർബിറ്റൽ ഇൻവോൾവേ ചെയ്യുന്നില്ല. സോ അപ്പം ഹൗ മെനി ആക്സിയൽ ഡി ഓർബിറ്റൽ, നമ്മൾ ആക്സിയലോ ഇക്വറ്റോറിയൽ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഡി ഓർബിറ്റലേ ഇൻവോൾവ് ചെയ്യുന്നില്ല. സോ ദാറ്റ് 0 is the Question number 47. How many tripeptides are possible with the glycine, alanine and valine which have different amino acid? Different amino acid എന്ന് പറഞ്ഞാൽ അല ഗ്ലൈ അത് മൂന്നും വരുന്ന ഒരേപോലെ, അല്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാൻ പാടില്ല, 2 പ്രാവശ്യം ആവർത്തിക്കാൻ പാടില്ല. അതാണ് ഡിഫറെൻറ്റ് അമിനോ ആസിഡ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ അതിൻ്റെ ആൻസർ n അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അല്ലേ, n അമിനോ ആസിഡ് റിയാക്ഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, n അമിനോ ആസിഡ് n അമിനോ ആസിഡ് ഇങ്ങനെ പെപ്റ്റൈഡ്സ് ഉണ്ടാകുന്നു. ഡിഫറെൻ്റ് ആയിട്ടാണ് പെപ്റ്റൈഡ്സ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ എണ്ണം കാണുന്ന ഇക്വേഷൻ n ഫാക്ടോറിയൽ എന്ന് കൊടുത്താൽ മതി. n ഫാക്ടോറിയൽ. നമ്മുടെ കേസിൽ 3 അമിനോ ആസിഡാണ്, ഗ്ലൈസിനുണ്ട്, അലാനിനുണ്ട്, വാലിനുണ്ട്. ആ 3 അമിനോ ആസിഡ് ആണെങ്കിൽ എന്താ ആൻസർ എന്തായിരിക്കും, 3 ഫാക്ടോറിയൽ, മീനിങ് 1 × 2 × 3 എന്നായിരിക്കും ആൻസർ. 6 എന്നായിരിക്കും വരിക. ആൻസർ ഈസ് 6. ഓക്കെ, 2 അമിനോ ആസിഡ് വെച്ചിട്ട് ഏതായിരിക്കും, 2 അമിനോ ആസിഡ് ആണെങ്കിൽ 2 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 2 അങ്ങനെ ഉണ്ടാവുക. ഓക്കെ, അത് വേണമെങ്കിൽ എഴുതി നോക്കാം നിങ്ങൾ, ഗ്ലൈ, അല, വാൽ അല്ലേ, അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ എഴുതി നോക്കും നിങ്ങൾ, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സമയമില്ല. 6 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ
again kinetics എന്നാണ്. Consider two different first order reaction given below. A plus B gives C, അതാണ് reaction number 1, and P gives Q. The ratio of half life of reaction 1 and reaction 2 is 5:2. അതായത് T half of 1 divided by T half of 2 equal to 5/2 ആണ്. And T1 and T2 represent the time taken to complete 2/3 and 4/5 of reaction 1 and reaction 2 respectively. Then the value of T1 and T2 is എന്നാണ് ചോദ്യം. ഇവിടെ നമ്മളെ ആ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിയാക്ഷൻസ് ഉണ്ട്, രണ്ട് ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ടി ഹാഫിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ടി ഹാഫിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് ലൈഫിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടി ഹാഫ് ഓഫ് 1 divided by T half of 2 equal to ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്താ, ടി ഹാഫ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. അതായത് ദിസ് ഇസ് ബേസിക്കലി K2/K1 ആണ്, ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 5/2. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, T1 ആൻഡ് T2. നമുക്ക് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ 2.303 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ലോഗ് A0/A എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഈ പറയുന്ന ടീൻ്റെ റേഷ്യോ നമുക്ക് ആദ്യം T1 എടുക്കാം. ആദ്യത്തെ റിയാക്ഷൻ്റെ കേസിൽ T1 ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ കെ ഈക്വൽ ടു K1, ദെൻ ലോഗ് A0 ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ഫൈനൽ. എത്രയാടാ, 2/3 റിയാക്ഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 2/3 കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കി എത്ര എടുക്കുന്നുണ്ട്, 1/3. അപ്പോൾ നമ്മളുടെ ഇനീഷ്യൽ റിയാക്റ്റൻറ്റിൻ്റെ 1/3 അവിടെ ഉണ്ട്. സോ ഇറ്റ്സ് A0/3. ഓക്കെ, വിച്ച് മീൻസ് ഈ ഇക്വേഷനിൽ നമുക്ക് 2.303 ബൈ K1 ഇൻറ്റു ലോഗ് 3 ആണ് വരിക. ഇനി T2 ഈക്വൽ ടു സിമിലർലി 2.303 ആൻഡ് കെക്ക് പകരം K2 എന്ന് കൊടുക്കാം. ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 ഡിവൈഡഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ A0 ഡിവൈഡഡ് ബൈ, നോക്ക് 4/5 റിയാക്ഷൻ കഴിഞ്ഞു. അപ്പോൾ 5-ൽ 4 കഴിഞ്ഞാൽ ബാക്കി ഇനി എത്ര ഉണ്ടാവും, 5-ൽ 1 ഉണ്ടാവും. അപ്പോൾ ഇനി ബാക്കിയുള്ള കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ A0/5 ആണ്. സോ 5 ഈസ് ദെൻ എനിവേ നമുക്കിനി ഇവരുടെ ഒരു റേഷ്യോ നമുക്ക് വേണ്ടത് T1/T2 ആണ് അല്ലേ. T1:T2 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവന്മാരുടെ ഒരു റേഷ്യോ ഞാൻ എടുക്കാൻ പോണ്. അപ്പോൾ ഞാൻ എൻ്റയർ ഇക്വേഷനെ by2 ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇതും ഇവിടെ പോയി, 2.303 പോയി. ആൻഡ് T1/T2 ഈക്വൽ ടു K2/K1 ഇൻറ്റു ലോഗ് 3 ഡിവൈഡഡ് ബൈ ലോഗ് എന്ത് വരും ഇവിടെ 5 വരും. വിച്ച് ഇംപ്ലൈസ് K2/K1 നമുക്ക് എങ്ങനെ എഴുതാം, 5/2 എന്ന് എഴുതാം. ആൻഡ് ലോഗ് 3 ഈക്വൽ ടു 0.477 ഡിവൈഡഡ് ബൈ 0.693. ഓക്കെ, ദെൻ 0. So the answer becomes 1.7 വരിക. സോ അതിന് നമ്മൾ ഇങ്ങനെ ആക്കണം. അപ്പോൾ 17 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതാം. 17 ഇൻറ്റു 10⁻⁻1 ആണെങ്കിൽ സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 17. ഓക്കെ, സോ ദ ആൻസർ ഈസ് 17. ഓക്കെ, an aqueous solution of FeCl3 obtained when an etched copper circuit board was washed required 14 ml of 0.1 molar hydrochloride for its reduction to Fe2+. ഓക്കെ, ദെൻ നമുക്ക് സം ബേസിക് കോൺസെപ്റ്റോ റിഡോക്സ് റിയാക്ഷൻ ഒക്കെ വെച്ച് ഇത് ചെയ്യാം. അവർ ആസിഡ് ബേസ് റിയാക്ഷൻ അല്ല, ബേസിക്കലി റിഡോക്സ് റിയാക്ഷൻ തന്നെ തോന്നുന്നു. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ തന്നെയാണ്, ബിക്കോസ് ഓക്സിഡൻ്റ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അക്വസ് സൊല്യൂഷൻ ഓഫ് FeCl3 ഉണ്ട്, അതായത് Fe3+, ബേസിക്കലി വിച്ച് ഈസ് Fe3+. ഓക്കെ, ദെൻ ഇവന് ആറിട്ട് റിയാക്ട് ചെയ്യണം, ഹൈഡ്രസീൻ ഹൈഡ്രോക്ലോറൈഡ്. ഹൈഡ്രസീൻ ആരാ നമുക്കറിയാം അല്ലേ, NH2 ആണ് ഹൈഡ്രസീൻ. NH2ൻ്റെ കൂടെ HCl കൂടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് NH2NH3Cl, അതാണ് ഹൈഡ്രസീൻ ഹൈഡ്രോക്ലോറൈഡ്. അപ്പോൾ ഈ Fe3+നെ Fe2+ ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ 40 ml 0.1 മോളാർ ഹൈഡ്രസീൻ ഹൈഡ്രോക്ലോറൈഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെ റിഡക്ഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചോ. ഡ്യൂറിങ് ദിസ് പ്രോസസ് ഹൈഡ്രസീൻ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു N2, അതായത് ഹൈഡ്രസീൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് N2 ആണ്. How many ml of 2/3 molar nitric acid is required for the reoxidation of Fe2+ to Fe3+? അതായത് നമ്മൾ Fe3+നെ Fe2+ ആയി എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, തിരിച്ച് ഓക്സിഡൈസ് ചെയ്യാണ്. റെഡ്യൂസ് ചെയ്തത് ഹൈഡ്രോക്ലോറിക് ആസിഡിന് വെച്ചിട്ട്, ദെൻ എന്നിട്ട് ഞാൻ അതിനെ ഓക്സിഡൈസ് ചെയ്യണത് ആരെ വെച്ചിട്ടാണ്, നൈട്രിക് ആസിഡിനെ വെച്ചിട്ട്. പക്ഷേ ദ ബേസിക് തിങ് ഈസ് ഇത്രയേ ഉള്ളൂ, നമ്മൾ Fe3+ Fe2+ ആക്കുമല്ലോ, അത് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ അത്ര തന്നെ Fe2+നെയാണ് തിരിച്ച് Fe3+ ആക്കേണ്ടത്. അപ്പം നമുക്ക് രണ്ട് റിയാക്ഷൻ എഴുതി നോക്കാം. ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ Fe3+, ആരായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഹൈഡ്രസീനേറ്റ്, അതിന് എനിക്ക് NH3Cl ഓർ ഇങ്ങനെ എഴുതാം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ Fe2+ ആകും, ഇവൻ എന്താവും, N2 ആവും. ഇനി നമ്മൾ ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ എഴുതി കഴിഞ്ഞാൽ ഇത് 3+ to 2+ ആണ്, ഒരു കുഴപ്പമില്ല. ദെൻ ഹൈഡ്രസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl അയണൈസ് ചെയ്യാത്ത നിങ്ങൾ നോക്കിയാൽ മതി, ഇറ്റ് ഈസ് NH2. അപ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജനും നൈട്രജനും നോക്കുമ്പോൾ നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, അപ്പോൾ ഹൈഡ്രജൻ +1, അപ്പോൾ +4. അപ്പോൾ ഓരോരോ ഹൈഡ്രജനും എത്ര ഉണ്ടാവും, 2 നൈട്രജനും കൂടി -4, അപ്പോൾ ഒരു നൈട്രജൻ -2. അപ്പോൾ ഇവിടുത്തെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 എവിടേക്കാണ് പോണത്, 0ക്കാണ് പോണത്. ആൻഡ് ദ തിങ് ഈസ് ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ഓഫ് Fe3+ അത്ര തന്നെ ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്ന Fe2+. ആൻഡ് നമുക്കിവിടെ നമ്പർ ഓഫ് മോൾസിന് പകരം ഇക്വലൻസ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അത് നമ്മൾ ബാലൻസിങ്ങിലൊക്കെ N1V1 = N2V2 എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സെയിം ഐഡിയ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നു, N1V1 = N2V2. ഓക്കെ, ദെൻ ഈ N1V1 = N2V2 അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് N1 V1 ഒക്കെ എന്താണെന്ന് അറിയണം. ആൻഡ് ഇവിടെ നമുക്ക് ഇതാ V1 തന്നിട്ടുണ്ട്, സോറി ഇത് V2 ആണ് ഹൈഡ്രസീൻ്റെ, ആൻഡ് ഇത് M2 ആണ് അവൻ്റെ മൊളാരിറ്റി. ആൻഡ് അവൻ്റെ എൻ ഫാക്ടറും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ബിക്കോസ് നോർമാലിറ്റി = മൊളാരിറ്റി ഇൻറ്റു എന്താണ്, എൻ ഫാക്ടറാണ്. ആൻഡ് എൻ ഫാക്ടർ = ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇറ്റ്സ് = 2, അതായത് -2 to 0, ചേഞ്ച് 2 ആണ്. ആൻഡ് ഇവിടെ 2 നൈട്രജൻ ഉണ്ട്, അപ്പോൾ 2 × 2 എത്രയുടെ വരിക, 4 വരിക. ഇവിടുത്തെ എൻ ഫാക്ടർ 3+2 2+ എൻ ഫാക്ടർ എത്രയാണ്, 1 ആണ്. ആൻഡ് N1V1 = N2V2. ഇതാണ് മില്ലി ഇക്വലൻസ് ഓർ ഇക്വലൻസ് ഓഫ് Fe3+. അതാണ് N1V1 അല്ലേ, ഇക്വലൻസ്. നമുക്കറിയാം നോർമാലിറ്റി = ഗ്രാം ഇക്വലൻസ് ഡിവൈഡഡ് ബൈ വോളിയാണ്. അപ്പോൾ നോർമാലിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ നമുക്ക് ഇക്വലൻസ് കിട്ടും. ആൻഡ് ഗ്രാം ഇക്വലൻസ് ഓഫ് ഈ ചങ്ങായി ഈ ഗ്രാം ഇക്വലൻസ് ഓഫ് ഇവനോട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ N1V1 = N2V2 നമ്മൾ ചെയ്തു. ദെൻ അത് നമ്മൾ നേരെ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ N1 V1 നമുക്കറിയില്ല, ബട്ട് N2ക്ക് പകരം മൊളാരിറ്റി എത്രയാടാ, 0.1 ആണ്. ആൻഡ് എൻ ഫാക്ടർ എത്രയാടാ, 4 ആണ്. ആൻഡ് V2 എത്രയാടാ, 40 ml. അപ്പോൾ മില്ലി ഇക്വലൻസ് ആണ് കിട്ടുക, ആയിക്കോട്ടെ. ദെൻ 4 4 16, അപ്പോൾ നമുക്ക് 16 ml ഇവിടെ, 16 ആണ് ആൻസർ കിട്ടുക, ഇറ്റ്സ് 16 മില്ലി ഇക്വലൻസ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിൽ കിടക്കുകയാണ്. ഈ Fe2+, ഇവിടെ ഉണ്ടായ Fe2+, ഇവിടെ 16 മില്ലി ഇക്വലൻസ് ആണ് റിയാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നത് 16 മില്ലി ഇക്വലൻസ് ആയിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇനി ഈ Fe2+നെ തിരിച്ച് എന്താക്കി മാറ്റുകയാണ്, Fe3+ ആക്കി മാറ്റുകയാണ്. ആൻഡ് അങ്ങനെ Fe3+ ആക്കി മാറ്റാൻ വേണ്ടി വരുന്നത് ആരാണ്, HNO3. ആൻഡ് ഇവിടെ ഒരു ഹിൻറ്റും കൂടെ തന്നിട്ടുണ്ട്, നൈട്രിക് ആസിഡ് ഗെറ്റ് റെഡ്യൂസ്ഡ് ടു NO എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും നമ്മളിവിടെ കൊടുത്തു. ഓക്കെ, ദെൻ അതെല്ലാം ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ 2+ to 3+, എൻ ഫാക്ടർ എത്രയാണ്, അഗെയിൻ 1 ആണ്. ദെൻ HNO3ൻ്റെ കേസിൽ നമുക്കറിയാം ഇവിടെ നൈട്രജൻ +5 +2ക്ക് പോവാണ്. സോ എൻ ഫാക്ടർ = എത്രയുടെ വരിക, 3 വരിക. ആൻഡ് ഹിയർ ദ N1V1 = N2V2 എന്ന് കൊടുക്കാം. നമുക്കിവിടെ ആകെ വേണ്ടത് മൊളാരിറ്റി തന്നിട്ടുണ്ട്, ഇവൻ്റെ ഈ V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് ദ വോളിയം ഓഫ് എന്താണ്, HNO3 റിക്വയർഡ്. അപ്പോൾ N1V1 പകരം ഞാൻ ഡയറക്ട്ലി 16 കൊടുത്തു. ആൻഡ് N2V2 16 = N2V2. ആൻഡ് N2V2നെ നമുക്ക് എൻ ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി, എൻ ഫാക്ടർ 3 ആണ്, ഇൻറ്റു മൊളാരിറ്റി എത്രയാണ്, ഇറ്റ്സ് ബേസിക്കലി 2/3, ഇറ്റ്സ് ബേസിക്കലി 2/3, മൊളാരിറ്റി 2/3 ആണ്. ആൻഡ് ഇൻറ്റു V2, സോ V2 = 16/2, ഇറ്റ്സ് 8 ml. 8 ml is the right answer. Okay, then this is the one of the simplest method. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോകാം, ഒരു കുഴപ്പമില്ല. Then 8 is the right answer. Then the last question. An aqueous solution containing 5% by weight of urea and 10% by weight of glucose. What will be the delta TF of solution? Okay, ഒരു പ്രശ്നമുണ്ട് ഇവിടെ, യൂറിയയും അതേപോലെ തന്നെ ഗ്ലൂക്കോസും കൂടെ തന്നു. ദെൻ അക്വ സൊല്യൂഷൻ ടോട്ടൽ എത്രയാണെന്ന് വിചാരിച്ചോ, 100 ഗ്രാം സൊല്യൂഷൻ ആണെന്ന് വിചാരിച്ചോ. 5% എന്ന് പറഞ്ഞാൽ 5 ഗ്രാം യൂറിയ, ദെൻ 10 ഗ്രാം ഗ്ലൂക്കോസ്, ബാക്കി 85 ഗ്രാം ആരായിരിക്കും, 85 ഗ്രാം വാട്ടർ ആയിരിക്കും.
ഓക്കെ, നമുക്ക് ഡെൽറ്റ ഡി എഫിൻ്റെ ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ഡി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി. ദെൻ എന്താ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ കെ എഫ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം അല്ലേ, ഇൻ കിലോഗ്രാം. ദെൻ കെ എഫിൻ്റെ വാല്യൂ നമുക്കറിയാം. ഞാൻ കെ എഫിനെ കെ എഫ് ആയിട്ട് തന്നെ ഇട്ടു. ഓക്കെ, നമ്പർ ഓഫ് മോൾസ്, ഇവിടെ നമ്പർ ഓഫ് മോൾസ് യൂറിയ ഉണ്ട്, അതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസും ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇവർ രണ്ടുപേരും ഒരു സൊല്യൂഷനിലാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. WA ഇൻ കിലോഗ്രാം എന്ന് എഴുതാം. അപ്പോൾ കെ എഫ് 1.86 ആണ്. ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ 5 ഗ്രാം യൂറിയ ആണ്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ യൂറിയൻ്റെ മോളാർ മാസ് എത്രയാണ് 6. ഓക്കെ, സോറി 6 എന്ന് 5 ഡിവൈഡഡ് ബൈ 60 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് ഇറ്റ്സ് ഈക്വൽ ടു 10 ഗ്രാം ഡിവൈഡഡ് ബൈ എത്രയാടാ 180. ടോട്ടൽ എത്രയാണ് മാസ് 85 ഗ്രാം വാട്ടറാണ്. അപ്പോൾ 85 ഇൻറ്റു 10 എത്ര വരും -3, ബിക്കോസ് ഗ്രാമിനെ ഞാൻ കിലോഗ്രാമിലേക്ക് മാറ്റി. ദെൻ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 1.86 ഇൻറ്റു 16 ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. സോ 16 ഇൻറ്റു 85 ഇൻറ്റു 10 -3 നമ്മൾ നേരെ മേലെ കൊണ്ടുവന്നു. അപ്പോൾ അത് എത്രയായി, അത് 10,000 മേലെ വരും. ദെൻ 16 ഞാൻ പുറത്തേക്ക് എടുത്തു, ബാക്കി ഇവിടെ ഉണ്ടാവുക 5 ഉണ്ടാവും, ഇവിടെ 10/3 ഉണ്ടാവും. ഓക്കെ, അപ്പം 3 5 15 പ്ലസ് 5 അപ്പോൾ 25 ഇവിടെ വരും. ഡിവൈഡഡ് ബൈ എത്ര വരും ഇവിടെ ഒരു 3 വരും. ഓക്കെ, ദെൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആൻസർ കിട്ടും. ചെയ്ത് നോക്കാം. പോയി ദെൻ 6 10 അപ്പോൾ ഒരു 10 ഉണ്ടാവും ഇവിടെ, ഈ 0 കൂടി പോയി. അപ്പോൾ ബേസിക്കലി 250 ഡിവൈഡഡ് ബൈ 85 8 3. ഓക്കെ, സോ 250 അപ്രോക്സിമേറ്റ്ലി 385 ഉണ്ടാവും. സോ ദ ഡെൽറ്റ ടി എഫ് ഈസ് നിയറസ്റ്റ് ഇൻറ്റീജർ ആണ്. സോ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഈസ് ദ റൈറ്റ്. ഓക്കെ, യെസ്, ഇവേ താങ്ക് യു.